കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ കായികമേളയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സമാപന വേളയിൽ അവിടെ സ്കൂൾ ചാമ്പ്യൻഷിപ്പ്, ഓവറോൾ ചാമ്പ്യൻഷിപ്പ് സംബന്ധിച്ച ചില തർക്കങ്ങളും വിവാദങ്ങളും അതിൻ്റെ തുടർച്ചയിൽ കോതമംഗലം മാർബേസിൽ സ്കൂളിനും അതോടൊപ്പം തന്നെ തിരുനാവായ നാവാമുകുന്ദ സ്കൂളിനുമെതിരായി സ്വീകരിച്ചിട്ടുള്ള നടപടി പിൻവലിക്കണമെന്നാണ് സാർ എനിക്ക് സബ്മിഷനിലൂടെ ആവശ്യപ്പെടാനുള്ളത്. സാർ, രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന സ്കൂൾ കായികമേള ഒളിമ്പിക്സ് മാതൃകയിൽ നമ്മൾ കഴിഞ്ഞ നവംബറിൽ നടത്തിയത്. എറണാകുളം ജില്ലയിൽ അവിടെ 17 വേദികളിൽ, അതിലൊരു വേദി എൻ്റെ മണ്ഡലത്തിൽ കോതമംഗലം MA കോളേജിലായിരുന്നു. അവിടെ സ്വിമ്മിങ്ങും വാട്ടർ പോളോ മത്സരങ്ങളുമാണ് അവിടെ നടന്നത്. അതുൾപ്പെടെ 17 വേദികളിൽ ഏറ്റവും ശ്രദ്ധേയമായ മേള എന്നുള്ള നിലയിൽ അത് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. ആദ്യമായി ഒളിമ്പിക്സ് മാതൃകയിൽ സംഘടിപ്പിച്ച മേള എന്നുള്ള നിലയിൽ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ ദിവസങ്ങളോളം അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങൾ, അതിൻ്റെ എല്ലാം ഭാഗമായി 25,000-ലേറെ കുട്ടികൾ, അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സവിശേഷ കഴിവുകളുള്ള കുട്ടികളെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇൻക്ലൂസീവ് സ്പോർട്സുകളൊക്കെ ഉൾപ്പെടുത്തിയാണ് അത്ര മനോഹരമായ ഒരു മേള അവിടെ നടത്തുകയുണ്ടായി. അത് സംഘാടന മികവ് കൊണ്ടും കുട്ടികളുടെ പങ്കാളിത്തം കൊണ്ടും അതോടൊപ്പം തന്നെ കുട്ടികളുടെ മികച്ച പ്രകടനം, കൗമാരക്കരുത്തിൻ്റെ വലിയ ശക്തി പ്രകടനമായി യഥാർത്ഥത്തിൽ ആ ഒരു മേള, അപ്പോൾ ഒരു ചരിത്ര സംഭവമാക്കി ആ മേളയെ മാറ്റുന്നതിൽ നേതൃത്വപരമായി പങ്കുവഹിച്ച ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയെയും വകുപ്പിനെയും ഞാൻ ആദ്യമായി പ്രത്യേകം അഭിനന്ദിക്കുകയാണ് സർ. അങ്ങനെ ഒരു മേള നടത്തി അതിൻ്റെ സമാപന വേളയിലേക്ക് എത്തുമ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അവിടെ സ്കൂൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ 2 സ്കൂളിലെ കുട്ടികൾ പെട്ടെന്നുള്ളൊരു വൈകാരിക പ്രകടനം, നമുക്കറിയാം കുട്ടികളാണ്, അവർ മഞ്ഞും വെയിലും അതോടൊപ്പം തന്നെ കടുത്ത ചൂടും ഒക്കെ അവഗണിച്ചുകൊണ്ട് കഠിനമായ പരിശീലനം നടത്തിയാണ് ഈ സംസ്ഥാന സ്കൂൾ മേളയിലേക്കൊക്കെ എത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് പെട്ടെന്നുണ്ടായ ഒരു വൈകാരിക പ്രകടനം എന്നുള്ള നിലയിൽ മാത്രമേ അതിനെ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ 2 സ്കൂളുകളുടെ, ഇപ്പോൾ കോതമംഗലം മാർബേസിൽ സ്കൂളും നാവാമുകുന്ദ സ്കൂളും അടക്കം സ്കൂൾ മാനേജ്മെൻറ്റും ഒക്കെ അധ്യാപകരുമൊക്കെ ഇതിൻ്റെ തെറ്റ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുമായി ആ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും രേഖാമൂലം തന്നെ അത് കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ നിലയിൽ കൃത്യമായി ഇടപെടുന്നുണ്ട്. നല്ല നിലയിൽ തന്നെ നമുക്ക് അത് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാനും ആ കാര്യങ്ങളും ഒക്കെ ഇതിനോടൊപ്പം തന്നെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കോതമംഗലം മാർബേസിൽ സ്കൂളിനെ സംബന്ധിച്ച് കായിക കേരളത്തിൻ്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന പ്രദേശമാണ് കോതമംഗലം. ഏതാണ്ട് 89 വർഷത്തെ മഹത്തായ പ്രവർത്തന പാരമ്പര്യമുണ്ട്. ഇന്ന് എൻ്റെ നാടിൻ്റെ വിദ്യാഭ്യാസ, സാമൂഹ്യ, സാംസ്കാരിക, സാമ്പത്തിക പുരോഗതിയിലൊക്കെ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ഒരു വിദ്യാലയമാണ്. ഇപ്പോൾ കായിക മേഖലയ്ക്ക് തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉള്ളപ്പോഴും കഴിഞ്ഞ 25 വർഷക്കാലത്തിലേറെയായി കുട്ടികൾക്ക് സൗജന്യമായി കായിക പരിശീലനം കൊടുക്കുന്നു. 7 വർഷം തുടർച്ചയായി ചാമ്പ്യൻഷിപ്പ് പട്ടം നേടിയിട്ടുള്ള സ്കൂൾ കൂടിയാണ് സാർ. ഞാൻ അവസാനിപ്പിക്കുകയാണ് സാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ സാർ, കുട്ടികളാണ് പ്രിയപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിക്ക് കുട്ടികളോട് വലിയ സ്നേഹവും കുട്ടികളോട് വലിയ കരുതലുമുള്ള ഒരു മന്ത്രി കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ കുട്ടികൾ കാണിച്ചിട്ടുള്ള ആ ഒരു ചെറിയ തെറ്റ്, അവരുടെ ഒരു പിശക്, അത് ക്ഷമിച്ചുകൊണ്ട് അവർക്ക് വലിയ, നമുക്കറിയാം കുട്ടികളിപ്പോൾ എന്നെ കഴിഞ്ഞ ദിവസമൊക്കെ കാണുമ്പോൾ കുട്ടികൾ ചോദിക്കുകയാണ്, സാർ ഞങ്ങളുടെ എന്താവും, ഞങ്ങൾ വെറുതെ അധ്വാനിച്ചിട്ട് ഞങ്ങൾക്ക് അടുത്ത മീറ്റിൽ പങ്കെടുക്കാൻ കഴിയുമോ എന്നുള്ള വലിയ ആശങ്കയാണ്. അപ്പോൾ ഞങ്ങളുടെ കാര്യം എന്തായി എന്ന് ചോദിച്ചുകൊണ്ട് കുട്ടികൾ വലിയ തോതിൽ വ്യാകുലപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ 2 സ്കൂളുകൾക്കും എതിരായി എടുത്തിട്ടുള്ള നടപടി ബഹുമാനപ്പെട്ട മന്ത്രി പലപ്പോഴും അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അത് അനന്തമായ വളരെ വേഗത്തിൽ ആ നടപടി അവസാനിപ്പിച്ചുകൊണ്ടുള്ള അഭ്യർത്ഥിക്കാനുള്ളത്. സാർ, നവംബർ മാസം 8 മുതൽ 11 വരെ ഒളിമ്പിക്സ് മാതൃകയിൽ ആദ്യമായി കേരളത്തിൽ നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സമാപന ചടങ്ങിനും അതിൽ ഉണ്ടായ അനിഷ്ട സംഭവങ്ങളെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട ആന്റണി ജോൺ ഇവിടെ വിശദമായി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. സാർ, ആദ്യമായിട്ടാണ് സാർ ഈ ഇന്ത്യയിൽ തന്നെ ഭിന്നശേഷി വിദ്യാർത്ഥികളെയും അതുപോലെ സാധാരണഗതിയിലുള്ള വിദ്യാർത്ഥികളെല്ലാം ഒരുമിച്ച് ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നൊരു മേള നടത്തുന്നത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ്. മറ്റൊരു കാര്യം, നമ്മുടെ SSLC പരീക്ഷ ഗൾഫ് രാജ്യങ്ങളിൽ നടത്തുന്ന 8ഓളം വരുന്ന സ്കൂളുകളുണ്ട്. നമുക്ക് ചില നിയന്ത്രണങ്ങളുള്ള സ്കൂളുകൾ. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ഏതാണ്ട് 150ഓളം വരുന്ന കായിക താരങ്ങളും ഈ മേളയിൽ പങ്കെടുത്തിട്ടുണ്ട് സാർ. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ അവസാന ദിവസം നവംബർ മാസം 11-ാം തീയതി ഇതിൻ്റെ മേളയുടെ സമാപന ചടങ്ങിൽ ചില അനിഷ്ട സംഭവങ്ങളുണ്ടായി. 1ാം സ്ഥാനവും 2ാം സ്ഥാനവും നിശ്ചയിക്കുന്നതിൽ വന്ന ഒരു തർക്കമാണ്. ആ തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരുപാട് മാർഗങ്ങളുണ്ട്. അവിടുത്തെ 2 സ്കൂളിലെയും, അതായത് നാവാമുകുന്ദ സ്കൂളിൻ്റെയും കോതമംഗലം മാർബേസിൽ സ്കൂളിൻ്റെയും അധ്യാപകർ തന്നെ
ടീച്ചർമാരും മുൻകൈ എടുത്തുകൊണ്ട് അവിടുത്തെ ചടങ്ങിനെ അലങ്കോലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള അലങ്കോലപ്പെടുത്തുകയുണ്ടായി. അതിനുശേഷം ഒരു കമ്മീഷൻ വയ്ക്കുകയും ആ കമ്മീഷൻ്റെ തീരുമാനപ്രകാരമാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അടുത്ത സ്പോർട്സ് മീറ്റിൽ ഈ രണ്ട് സ്കൂളിനെ പങ്കെടുപ്പിക്കില്ല എന്നുള്ളതൊരു തീരുമാനം എടുത്തത്. ആ തീരുമാനം എടുത്തതിന് ശേഷം ഈ ഉണ്ടായ അനിഷ്ട സംഭവങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് രണ്ട് സ്കൂളിൻ്റെയും മാനേജ്മെൻറ്റ് കത്ത് നൽകിയിട്ടുണ്ട് സാർ. മേലിൽ അത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കാമെന്നും ആ കത്തിൽ അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടുകയും ദേശീയ മത്സരത്തിലടക്കം പങ്കെടുക്കേണ്ട കായിക വിദ്യാർത്ഥികൾക്ക് ദോഷകരമായി ബാധിക്കുന്ന ഒരു നടപടിയും ഉണ്ടാകാൻ പാടില്ലെന്നുള്ള നിലയിൽ നിർദ്ദേശം നൽകുകയും ചെയ്തു. കൂടാതെ ബഹുമാനപ്പെട്ട സ്പീക്കർ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട അംഗങ്ങളായ ശ്രീ ആന്റണി ജോൺ, ശ്രീ കുറുക്കോളി മൊയ്തീൻ, അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എംപി എന്നിവരും KSTA, PGTA, DYFI, SFI, KSU എന്നീ സംഘടനകളും കുട്ടികളുടെ ഭാവി ബാധിക്കാത്ത നിലയിൽ ഉള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് എന്നോട് രേഖാമൂലം ആവശ്യപ്പെട്ടിരുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ 2025-26 നടക്കുന്ന സ്കൂൾ കായികമേളയിൽ പങ്കെടുക്കുന്നതിൽ വിലക്ക് കൽപ്പിച്ചുകൊണ്ട് 2025 ജനുവരി മാസം 2 പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഇറക്കിയ ഉത്തരവ് പിൻവലിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഒരാഴ്ചക്കകം ഇറങ്ങുന്നതാണ്. എന്നാൽ അന്വേഷണ കമ്മീഷൻ സൂചിപ്പിച്ചിട്ടുള്ള ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത അധ്യാപകർ അവർക്കുണ്ടായ വീഴ്ചയെ സംബന്ധിച്ചിടത്തോളം രേഖാമൂലം ഒരു അപേക്ഷ നൽകിയിട്ടില്ല. അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലും നവാമൂന്ത സ്കൂളിൻ്റെയും മാർ ബേസിൽ സ്കൂളിൻ്റെയും അപേക്ഷയുടെ അടിസ്ഥാനത്തിലും അധ്യാപകരുടെ വീഴ്ച പരിശോധിക്കാൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. പ്രിൻസിപ്പൽ സെക്രട്ടറി റിപ്പോർട്ട് നൽകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യത്തിൽ ആവശ്യമായ തീരുമാനം കൈക്കൊള്ളുന്നതാണ്.